യുഎസും ഇറാനും തമ്മിൽ ഉടൻ സാധ്യമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമാധാന കരാർ വൈകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഉടമ്പടിയുടെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഇരുപക്ഷവും കടുംപിടുത്തം തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നതും. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ധൃതി കാണിക്കേണ്ട എന്ന് താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിട്ടുമുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ശുഭവാർത്തയെന്ന് ഇന്ത്യയിൽ സന്ദർശനം നടത്തിവരുന്ന യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാനുമായി മുമ്പുണ്ടാക്കിയ ഒബാമ ഭരണകൂടത്തിന്റെ കരാറിന് നേർ വിപരീതമായിരിക്കും തന്റെ കരാറെന്നും ട്രംപ് പറയുന്നു. ഇറാന് ആണവായുധം വികസിപ്പിക്കാനുള്ള അവസരം നൽകുകയാണ് ഒബാമ ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം ഇറാന്റെ ആണവ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവരുമായി ഏതൊരു അന്തിമ കരാറും രൂപീകരിക്കാവൂ എന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ധാരണയായി എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശനിയാഴ്ച രാത്രി ഇരു നേതാക്കളും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഈ നിർണായക തീരുമാനമെടുത്തത്. ചർച്ച ഏറെ വിജയകരമായിരുന്നു എന്ന് ട്രംപും പിന്നീട് വ്യക്തമാക്കി. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണശാലകൾ പൂർണ്ണമായി നിർത്തലാക്കുക, നിലവിൽ സമ്പുഷ്ടീകരിച്ച ആണവ സാമഗ്രികൾ ഇറാന്റെ പ്രദേശത്തു നിന്ന് നീക്കം ചെയ്യുക എന്നിവയാണ് പുതിയ തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം കൈക്കലാക്കില്ല എന്ന തങ്ങളുടെ നയത്തിൽ മാറ്റമില്ല എന്ന് ഇരുവരും ആവർത്തിച്ചു. ഹോർമസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും ഇരു നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട്. ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിൽ നിന്നുമുള്ള ഭീഷണിക്കെതിരെയും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തിന് ട്രംപ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായുമാണ് നെതന്യാഹു പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുന്ന പുതിയ നയതന്ത്ര കരാറിലെ ചില വ്യവസ്ഥകളിൽ കടുത്ത ആശങ്കയിലാണ് നെതന്യാഹു എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അദ്ദേഹം ഇന്നലെ വൈകുന്നേരം അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കരാറിലെ രണ്ട് പ്രധാന വ്യവസ്ഥകളിലാണ് ഇസ്രയേലിന് വിയോജിപ്പുള്ളത്. ലെബനനിലെ താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. ഇറാനിലെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. ഈ രണ്ട് കാര്യങ്ങളും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചതായി ഇസ്രയേലി പൊതുപ്രക്ഷേപകരായ കാൻ വെളിപ്പെടുത്തി. അതേസമയം സൗദി അറേബ്യയ്ക്കും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും നന്ദി അറിയിച്ച ട്രംപ് ഇറാനുമായി ധാരണയുണ്ടാക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ മരവിപ്പിച്ച ഇറാനിയൻ സ്വത്തുക്കൾ വിട്ടുകിട്ടുന്നതുൾപ്പെടെയുള്ള ചില വ്യവസ്ഥകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങൾ തുടരുന്നതായി അധികൃതരെ ഉദ്ധരിച്ച് ഇറാനിയൻ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു. ഈ പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഊന്നിപ്പറഞ്ഞിട്ടുണ്ടെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രം പൂർത്തിയാക്കാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കുമെന്നൊരു ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി മാത്രമാണ് കരാറിന്റെ പ്രധാന തടസ്സമെന്ന് മാർക്കോ റൂബിയോ ഇന്ന് പ്രതികരിച്ചിട്ടുമുണ്ട്. ഹോർമസ് കടലിടുക്ക് തുറന്നു നൽകുന്നതിനും ആണവ വിഷയങ്ങളിൽ സമയബന്ധിതമായ ചർച്ചകൾ നടത്തുന്നതിനും ട്രംപ് ഉറച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരത്തിലൊരു ധാരണയ്ക്ക് ഗൾഫ് രാജ്യങ്ങളുടെ വലിയ പിന്തുണ യുഎസിനുണ്ടെന്നും റൂബിയോ പറഞ്ഞു. ട്രംപ് ഉടമ്പടിയിൽ എത്താൻ തിരക്ക് കൂട്ടുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. പ്രസിഡന്റ് മോശം ഉടമ്പടിക്ക് തയ്യാറാകില്ല, അതിനാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ബദൽ മാർഗങ്ങൾ തേടുന്നതിന് മുമ്പ് നയതന്ത്രത്തിന് എല്ലാ അവസരങ്ങളും നൽകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു. ചർച്ചകളിൽ മധ്യസ്ഥരായ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറും ഖത്തർ നയതന്ത്ര പ്രതിനിധികളും കഴിഞ്ഞ ദിവസം ഇറാനിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് ദിവസങ്ങളായി അനിശ്ചിതത്വത്തിൽ തുടർന്നിരുന്ന ഇറാൻ യുഎസ് ചർച്ച വഴിത്തിരിവിലേക്ക് എത്തിയത്. ധാരണയ്ക്കടുത്തെത്തിയെന്ന് ഇരു രാജ്യങ്ങളും പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.